കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനുള്ള നടപടികൾക്ക് പ്രാധാന്യം നൽകുമെന്ന് നിയുക്ത CPM ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ. ജില്ലയുടെ സുസ്ഥിര വികസനത്തിനായി 31ഓളം ഭാവി പരിപാടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതിനായി വിദ്യാഭ്യാസം, ആരോഗ്യം, വികസനം തുടങ്ങിയ മേഖലകളിൽ ബന്ധപ്പെട്ട അധികാരികളിലും സർക്കാരിലും സമ്മർദ്ദം ചെലുത്തുമെന്നും എം രാജഗോപാലൻ പറഞ്ഞു. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരിൽ നിന്നും പിന്തുണയുണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. നമ്മുടെ ജില്ലയിൽ തെക്കൻ മേഖലകളിൽ സുശക്തമായ ഇടതു പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. വടക്കൻ മേഖലയിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനം സജീവമായി പ്രവർത്തിക്കുന്നത്. ഇതര ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ ജില്ലക്കേറെ വ്യത്യസ്തതകളും സവിശേഷതകളുമുണ്ട്. 7ഓളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ്. അപ്പോൾ വരുന്ന നാളുകളിൽ എല്ലാ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും ബഹുജനങ്ങൾക്കിടയിലെ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും പ്രാപ്തരായ നൂറുകണക്കിന് കേഡർമാരുണ്ടായാൽ മാത്രമേ നമുക്കിനിയും തെക്കൻ മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ വടക്കൻ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സുശക്തമായ പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM മാറാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിനെല്ലാം സഹായകരമായ 33ഓളം ഭാവി പരിപാടികൾ ഈ സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ദൈനംദിന വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ജില്ലയുടെ പിന്നോക്കാവസ്ഥയുടെ വിഷയം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നമ്മുടെ സാധ്യതകളും പരിമിതികളും കണ്ടെത്തി ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് CPIM വരും നാളുകളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെല്ലാം ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ അതൊരു ശക്തമായ ചർച്ചയും ഒരു പ്രമേയം അവതരിപ്പിച്ചു, അംഗീകരിച്ചു. അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ആയാലും ജനപ്രതിനിധികളായാലും നിരവധി തവണ കേരളത്തിലെ ഗവൺമെന്റിന്റെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണത്. അപ്പോൾ അതിന്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം തന്നെ അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ് ആ പ്രമേയങ്ങളുടെ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. സമ്മേളനം അംഗീകരിച്ച പ്രമേയം എന്ന നിലക്ക് എല്ലാ മേഖലയിലെയും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അതുവഴി സംസ്ഥാന ഗവൺമെന്റിനും ഈ കാര്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ തുടർന്ന് നടത്തുമെന്നുള്ളതാണ്.